രാജ്യത്തിനായി സായുധ സേന ചെയ്യുന്ന എല്ലാവരോടും ഭാരതം നന്ദിയുള്ളവരെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പഞ്ചാബിലെ ആദംപൂർ വ്യോമസേന താവളത്തിൽ നടത്തിയ അപ്രതീക്ഷിത സന്ദർശനത്തിൻ്റെ ചിത്രം സമൂഹ മാധ്യമങ്ങൾ വഴി പ്രധാനമന്ത്രി പങ്കുവച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ പാകിസ്ഥാനെതിരെ നടത്തിയ പോരാട്ടം വ്യോമസേന ഉദ്യോഗസ്ഥർ പ്രധാനമന്ത്രിയോട് വിശദീകരിക്കുകയും ചെയ്തു. വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുന്നു. നന്ദഗോപൻ, ഈ ഘട്ടത്തിൽ സൈനിക താവളത്തിൽ പ്രധാനമന്ത്രി എത്തുന്നത് എത്രമാത്രം ആവേശോജ്വലമാണ് എന്ന് നമുക്ക് കൃത്യമായി അറിയാം. അത് സൈനികരുടെ ശരീരഭാഷകളിൽ വ്യക്തവുമാണ്. സായുധ സേന അല്ലെങ്കിൽ സായുധ സേവനം ചെയ്യുന്ന എല്ലാവരോടും ഭാരതം നന്ദിയുള്ളവരാകും എന്ന് പ്രധാനമന്ത്രി എടുത്തു പറയുന്നു. പഞ്ചാബിലെ ആദംപൂർ വ്യോമസേന താവളത്തിൽ പ്രധാനമന്ത്രി നടത്തിയ അപ്രതീക്ഷിത സന്ദർശനം. കൂടുതൽ വിവരങ്ങൾ നന്ദഗോപൻ. അപ്രതീക്ഷിതമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പഞ്ചാബിലെ ആദംപൂർ വ്യോമസേന താവളം സന്ദർശിച്ചത്. ചിത്രങ്ങൾ പ്രധാനമന്ത്രി തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത്. ധൈര്യവും ദൃഢനിശ്ചയവും നിർഭയത്വമുള്ള ഭാരത സൈന്യത്തോടൊപ്പം ചെലവഴിക്കാൻ കഴിഞ്ഞത് പ്രത്യേക അനുഭവം നൽകിയെന്ന് പ്രധാനമന്ത്രി അടിക്കുറിപ്പ് നൽകിയിരിക്കുന്നു. രാജ്യത്തിനായി സായുധ സേന ചെയ്ത എല്ലാത്തിനും ഭാരതം നന്ദിയുള്ളവരാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി. ഭാരത് മാതാ കി ജയ് വിളികളോടുകൂടിയാണ് അദ്ദേഹത്തെ അവിടെ വരവേറ്റത്. ആദംപൂർ താവളം കേന്ദ്രീകരിച്ചായിരുന്നു പാകിസ്ഥാനെതിരെ ഭാരതം വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ചത് എന്നുള്ളത് ശ്രദ്ധേയമാണ്. മാത്രമല്ല സേനാ അംഗങ്ങളുമായി പ്രധാനമന്ത്രി സംവദിച്ചു. പാകിസ്ഥാനെതിരെ ഭാരതം തൊടുത്ത ആയുധങ്ങളും ശത്രുരാജ്യത്തിന്റെ ആയുധങ്ങളെ അതിർത്തിക്ക് അപ്പുറത്ത് വെച്ച് തടുത്തതുമൊക്കെ തന്നെ ഉദ്യോഗസ്ഥർ പ്രധാനമന്ത്രിയോട് വിശദീകരിച്ചു. വ്യോമാക്രമണത്തിൽ ആദംപൂർ വ്യോമസേന താവളം തകർന്നു എന്നുള്ളതായിരുന്നു പാകിസ്ഥാന്റെ വ്യാജ പ്രചരണം. ഇന്നിപ്പോൾ പ്രധാനമന്ത്രി പ്രത്യേക വിമാനത്തിലാണ് ഈ ആദംപൂർ വ്യോമസേന താവളത്തിലെത്തിയത്. റൺവേ അടക്കം തകർത്തിരുന്നു. ഭാരതത്തിന്റെ 4 വ്യോമസേനാ താവളങ്ങൾ ആദംപൂർ, അതേപോലെ തന്നെ ഉദ്ധംപൂർ, ഒപ്പം തന്നെ പത്താൻകോട്ട്, ഒപ്പം തന്നെ മറ്റൊരു വ്യോമസേനാ താവളം അടക്കം 4 വ്യോമസേനാ താവളങ്ങൾ തകർത്തു എന്നുള്ളതായിരുന്നു പാകിസ്ഥാന്റെ വ്യാജ പ്രചരണം. എന്നാൽ പ്രധാനമന്ത്രി അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആദംപൂർ വ്യോമസേനാ താവളത്തിലാണ് ഇന്നിപ്പോൾ പ്രത്യേക വിമാനത്തിൽ അവിടെ ഇറങ്ങിയതും പ്രധാനമന്ത്രി സൈനികരുമായി അഭിസംബോധന ചെയ്തതും. മാത്രമല്ല ഇന്നിപ്പോൾ അറിയാൻ കഴിയുന്നത് അവിടെ നടത്തിയ പ്രധാനമന്ത്രി സൈനികരുമായി നടത്തിയ സംവാദത്തിന്റെ ദൃശ്യങ്ങൾ ഇന്നിപ്പോൾ 3:30 അത് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ പുറത്തുവിടുമെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ വിനോദ് ലഭിക്കുന്നത്. തീർച്ചയായും 3:30 PIB പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ദൃശ്യങ്ങൾ കൂടുതൽ പുറത്തുവിടുമ്പോൾ കൂടുതൽ അദ്ദേഹം സൈനികരുമായി സംവദിക്കുന്ന, അവരുമായി ഇടപഴകുന്ന കൂടുതൽ ദൃശ്യങ്ങളും കൂടുതൽ വിവരങ്ങളും നമുക്ക് ലഭിക്കും. അങ്ങനെ തന്നെയല്ലേ പ്രതീക്ഷിക്കുന്നത് നന്ദഗോപൻ? വിനോദ്, അവിടെ പ്രധാനമന്ത്രി സൈനികരുമായി നടത്തിയ സംവാദം, അതിന്റെ ദൃശ്യങ്ങളും ആ സംവാദവുമായിരിക്കും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ പുറത്തുവിടുക. 3:30 പുറത്തുവിടുന്നതാണ് ഇപ്പോൾ PIB വ്യക്തമാക്കിയിരിക്കുന്നത്. സൈനികരെ സംബന്ധിച്ചിടത്തോളം പ്രധാനമന്ത്രി ഇത്തരം പല ഘട്ടങ്ങളിലും, പ്രത്യേകിച്ച് ഉറിക്ക് മറുപടി നൽകിയപ്പോഴാണേലും, ഒപ്പം തന്നെ പെഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടി നൽകിയപ്പോഴാണേലും പ്രധാനമന്ത്രി അവിടെ സൈനികർ അടുത്തേക്ക് എത്തിയിരുന്നു. എല്ലാ ദീപാവലിയും സൈനികർക്കൊപ്പമാണ് പ്രധാനമന്ത്രി ആഘോഷിക്കുന്നത്. മാത്രമല്ല ചൈനയുമായി അതിർത്തിയിൽ പ്രശ്നങ്ങൾ നിലനിന്നപ്പോഴും പ്രധാനമന്ത്രി അവിടെ സന്ദർശനം നടത്തിയിരുന്നു. പുല്ലാങ്കുഴൽ ഓതുന്ന കൃഷ്ണനെ മാത്രമല്ല, മറിച്ച് സുദർശന ചക്രമേന്തുന്ന കൃഷ്ണനെ കൂടി ഭാരതീയർ ആരാധിക്കുന്നു എന്നുള്ളതാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കിയത്. അങ്ങനെ സൈനികർക്ക് എപ്പോഴും ആവേശമായി പ്രധാനമന്ത്രി ഇത്തരം ഓപ്പറേഷനുകൾ നടക്കുമ്പോഴാണേലും അല്ലായ്പ്പോഴാണേലും പ്രധാനമന്ത്രി സൈനികർക്കൊപ്പം നിൽക്കുന്ന കാഴ്ചകൾ കാണാറുണ്ട്. സൈനിക വേഷത്തിൽ തന്നെയാണ് പലപ്പോഴും പ്രധാനമന്ത്രി സൈനികർക്ക് അരികിലേക്ക് എത്തുന്നതും അവരിലുള്ളിൽ ആവേശം നിറയ്ക്കുന്നതും. അങ്ങനെ ഈ ഭാരതത്തിന്റെ സൈന്യം സായുധ സേന മുഴുവൻ ചെയ്തതിന് ഭാരതത്തിന് കടപ്പാടുണ്ട് എന്നുള്ള അടിക്കുറിപ്പോടു കൂടിയാണ് ഇന്നിപ്പോൾ അദ്ദേഹം ഈ ആദംപൂരിൽ നടത്തിയ അപ്രതീക്ഷിത സന്ദർശനം സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തതും ശ്രദ്ധേയമാണ്. അതെ, വളരെ ശ്രദ്ധേയമായ സന്ദർശനമാണ് പ്രധാനമന്ത്രി ഇന്ന് നടത്തിയത്. പഞ്ചാബിലെ ആദംപൂർ വ്യോമസേന താവളം തകർത്തു എന്നുള്ള പാകിസ്ഥാന്റെ വ്യാജ പ്രചാരണത്തെ പൊളിച്ചെടുക്കാൻ കൂടിയാണ് ആദംപൂർ വ്യോമസേന താവളത്തിൽ അദ്ദേഹം അപ്രതീക്ഷിത സന്ദർശനം നടത്തി അവിടുത്തെ സൈനികർക്കൊപ്പം ചെലവഴിച്ചത്. അതിൻ്റെ ദൃശ്യങ്ങൾ പ്രധാനമന്ത്രി തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചു. കൂടുതൽ ദൃശ്യങ്ങൾ 3:30 പുറത്തു വരും. PIB ആണ്, പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ആണ് ആ ദൃശ്യങ്ങൾ പുറത്തുവിടുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു എസ് നന്ദഗോപൻ.